ഹലോ ഫ്രണ്ട്സ്, 2025 CGL എക്സാം ഇനി ഒരു മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പല സോഴ്സുകളിൽ നിന്നും ഈ CGL എക്സാം മുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡേഴ്സ് മാറുന്നു എന്ന ന്യൂസ് വരുന്നുണ്ട്. ആ ന്യൂസ് വന്നതിന് ശേഷം പലരും പാനിക്കായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഥവാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രൊവൈഡർ മാറിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ 2010 മുതലാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് സിസ്റ്റം കൊണ്ടുവന്നത്. 2010 മുതൽ 2015 വരെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നെയായിരുന്നു. അത് ഓഫ്ലൈൻ മോഡിലായിരുന്നു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത്. OMR മോഡലിലാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. 2016-17 വർഷങ്ങളിൽ മറ്റൊരു ഏജൻസി ആയിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തത്. 2018 ശേഷം TCS ആണ് എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധ എല്ലാ ബുക്സുകളും TCS പാറ്റേണിലുള്ള ബുക്സുകളാണ്. അപ്പോൾ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം TCS മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അനാലിസിസ് ചെയ്യുന്നത് എക്സാമിനേഷൻ്റെ പാറ്റേണിൽ അഥവാ ചേഞ്ച് വന്നു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസിലധികം ചേഞ്ച് വന്നു കഴിഞ്ഞാലും അത് എത്രത്തോളം മാറ്റം വരും, അതിന് നമ്മൾ ആശ്രയിക്കേണ്ട സോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 2010 മുതൽ ഈ 4 ഏരിയയിൽ തന്നെ റീസണിങ്, QA, ഇംഗ്ലീഷ് ആൻഡ് GK ഈ 4 ഏരിയയിൽ നിന്ന് തന്നെയായിരുന്നു SSC കംപ്ലീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. 2024 വരെ അതിൽ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജിനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ടോട്ടൽ മാർക്സിലും പല വ്യത്യാസങ്ങളുണ്ടായി എന്നല്ലാതെ ഈ 4 ഏരിയയിൽ നിന്ന് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും SSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. 2010 മുതൽ 2015 വരെ ഒബ്ജക്റ്റീവ് ആയിരുന്നു, OMR മോഡലിലായിരുന്നു. ഈ Tier 1-ന് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 200 ക്വസ്റ്റ്യൻസിന് 200 മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ ടോപ്പിക്കായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ റീസണിങ് അബിലിറ്റി, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന ഒരു സെക്ഷനിൽ 2010 മുതൽ 2024 വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും സിമ്പിളാണ്. 2022 ശേഷം ക്രിട്ടിക്കൽ റീസണിങ് Tier 2-ന് ഉൾപ്പെടുത്തി എന്നല്ലാതെ ബാക്കി ഇതുവരെ റീസണിങ്ങിന് ചോദിച്ച ചോദ്യങ്ങളെല്ലാം സിമ്പിളാണ്. അപ്പോൾ അത് TCS പാറ്റേണിലാണെങ്കിലും TCS പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ 2010 മുതൽ 2017 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിലും റീസണിങ് സിമ്പിളാണ്. സോ അതിലധികം മാറ്റങ്ങൾ റീസണിങ്ങിന് വരാനുള്ള സാധ്യത ഇനി ഒരു എക്സാമിനേഷൻ പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡേഴ്സ് മാറിക്കഴിഞ്ഞാലും ഉണ്ടാവില്ല. അതുകൊണ്ട് റീസണിങ്ങിന് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം തുടർന്ന് വന്നത് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി ജനറൽ നോളജിനെ സംബന്ധിച്ചിടത്തോളം 2010 മുതൽ ഒബ്ജക്റ്റീവ് OMR മോഡലുള്ള സമയത്ത് 50 ക്വസ്റ്റ്യൻസ് Tier 1-ലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് 25 ക്വസ്റ്റ്യൻസ് ആയി എന്നല്ലാതെ ആ GK-നെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളൊന്നും ആ 2010 മുതൽ 2024 വരെയുള്ള ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടില്ല. ഇനി കറണ്ട് അഫെയർസിൽ ഓവർ സ്ട്രെസ് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു ഫസ്റ്റ് എക്സാം അല്ലെങ്കിൽ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ഒരു കറണ്ട് അഫെയർസിന് കുറച്ചുകൂടി ഒരു ഫോക്കസ് കൊടുത്തിട്ട് ഒരു ഓവറോളായിട്ട് നിങ്ങൾ ഒരു ഇയറിലെ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചത് കറണ്ട് അഫെയർസ് 2 വർഷം മുമ്പുള്ള കറണ്ട് അഫെയർസൊക്കെയാണ്. അതിനെ കറണ്ട് അഫെയർസ് ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിനൊരു സാധ്യത, അതായത് ഒരു റീസെൻറ്റ് കറണ്ട് അഫെയർസിനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക്, കാരണം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്യുന്നത് റീസെൻ്റ്ലി ആണ്. അപ്പോൾ നമുക്കൊരു 1 ഇയർ ബാക്കുള്ള ഒരു കറണ്ട് അഫെയർസിൻ്റെ ഒരു റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഒരു 200 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 300 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാക്സിമം 500 ക്വസ്റ്റ്യൻസ് വരെ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലുള്ള കറണ്ട് അഫെയർസ് ചെയ്ത് നോക്കുന്നത്, അല്ലെങ്കിൽ അത് ഒന്ന് വർക്കൗട്ട് നമ്മളൊന്ന് ഹൃദിസ്ഥമാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും GK-നെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ മാക്സിമം ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 2 ഏരിയ എന്ന് പറയുന്നത് QAയും അതേപോലെ തന്നെ ഇംഗ്ലീഷുമാണ്. QAനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SSCൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ടഫ് QA വന്നത് TCSൻ്റെ TCS സ്റ്റാർട്ട് ചെയ്തതിൻ്റെ തൊട്ട് മുന്നുള്ള 2 വർഷങ്ങളിലാണ്. അപ്പം QA ടഫ് ആവുന്ന സമയത്ത് കട്ട് ഓഫ് അതേപോലെ തന്നെ നന്നായിട്ട് കുറയും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ TCSൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ സെയിം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴുള്ള കട്ട് ഓഫ് ഒരു 150-155 ഒക്കെ എടുത്ത് നിൽക്കുന്നത്. മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2021 ആ ഒരു സമയത്തൊക്കെ 2018-ലും 2017-ലും ഒക്കെ ഉള്ള സമയത്തുള്ള കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. 120-ൻ്റെ അടുത്ത്, 110-ൻ്റെ അടുത്ത്, 130-ൻ്റെ 120-ൻ്റെ അടുത്ത് ഈ ഒരു റേഞ്ചിലായിരുന്നു പലപ്പോഴും കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ആണെങ്കിലും 2015-ൻ്റെ മുന്നേ ആണെങ്കിലും കട്ട് ഓഫുകൾ വളരെ വേക്കൻസികളും കുറവാണ്, കട്ട് ഓഫും കുറവായിരുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ QAൻ്റെ ഒരു നല്ല ചേഞ്ച്, അതായത് ഒരു പ്രീവിയസ് ഇയർ പാറ്റേൺ ഒരിക്കലും എക്സാക്റ്റ് പ്രീവിയസ് ഇയർ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നൊരു പേപ്പേഴ്സ് ആയിരുന്നില്ല അത്. അതായത് കുറച്ച് വേരിയേഷൻ എന്തായാലും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് കട്ട് ഓഫും കുറയും. അപ്പോൾ നിങ്ങൾ എന്താവേണ്ട, QA ഒരുപാട് മാറ്റം വരും
എന്ന് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല. അഥവാ മാറ്റം വന്നു കഴിഞ്ഞാലും അതിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യും, കട്ട് ഓഫ് ചേഞ്ച് ചെയ്യും. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 150, 152 കട്ട് ഓഫ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ തൊട്ട് മുന്നേ 2023 24 അതേ പാറ്റേണിൽ തന്നെ 25 എക്സാം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് 150 മുകളിൽ കിടക്കും. എന്നാൽ ആ പാറ്റേൺ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഈക്വലി എഫക്റ്റ് ചെയ്യും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് എഫക്റ്റ് ചെയ്യാത്തതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എന്തും കുറയും. കട്ട് ഓഫിൻ്റെ ഒരു മാർക്ക് റേഞ്ചും നന്നായിട്ട് താഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ QA നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രീ TCS ആയിട്ടുള്ള 2017 എക്സ്പെഷ്യലി 2017, 16 വർഷങ്ങളിലുള്ള ആ വർഷങ്ങളിലാണ് ഏറ്റവും നല്ല ടൈറ്റ് ആയിട്ടുള്ള QA വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുമ്പ് SSC നടത്തിയ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള SSC തന്നെ നടത്തിയ ഒബ്ജക്റ്റീവ് OMR എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ SSCൻ്റെ സെയിം പാറ്റേണിൽ നടത്തുന്ന എക്സാമായ CDSൻ്റെ എക്സാമിനൂടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നിങ്ങൾ TCS എല്ലാം കഴിഞ്ഞിരിക്കുകയായിരിക്കും. ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്ത് Tier 1 ഒക്കെ 150 മുകളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഈ Tier 1 കിടക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം സമയം മുമ്പിലുണ്ട്. ആ ഒരു മാസം സമയം കൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി 2018 മുമ്പുള്ള ആ ക്വസ്റ്റ്യൻ സെറ്റും കൂടി നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീ TCS 2010 തൊട്ട് 2018 വരെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ QAൻ്റെ ഡിസ്കഷനിൽ നിങ്ങൾ എന്താക്കണം, ഉൾപ്പെടുത്തണം. അത് CGL മാത്രമല്ല, SSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്താക്കണം, ആ ഡിസ്കഷനിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ QAൻ്റെ കാര്യത്തിൽ ചെയ്താൽ മതി. കാരണം ഓവറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ബാങ്ക് POൻ്റെ മെയിൻസ് ലെവലിലേക്ക് അങ്ങനെയൊന്നും നിങ്ങൾ പോകണ്ട. കാരണം അതിനൊന്നും എന്തില്ല, നമ്മൾ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലിമിറ്റഡ് ടൈമിൽ ഈ ഒരു പാറ്റേണിലല്ലാതെ അത് ഓവറായിട്ട് മാറ്റമൊന്നും SSC ചെയ്യില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. അതേപോലെ തന്നെ കാറ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകണ്ട. നമ്മൾ അതേ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യും, അത്രമാത്രം. നിങ്ങൾ നോക്കിയാൽ അറിയാം 2017 18 പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ട്വിസ്റ്റ് അതിന് വരും എന്നുള്ളത്. അപ്പോൾ ഒരു പ്രീ TCS ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ടോപ്പിക് വൈസായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ടോപ്പിക് വൈസായിട്ട് പ്രീ TCS ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളെ സ്റ്റഡി ടൈം ടേബിളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ്. നിങ്ങൾക്കറിയാം ഈ 2024 CGLൻ്റെ Tier 2 135 ഔട്ട് ഓഫ് 135 വാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 2018 ശേഷം TCS നടത്തിയ എക്സാമിനേഷനെല്ലാം 200 ഔട്ട് ഓഫ് 200. അന്ന് Tier 2ൻ്റെ പാറ്റേണിൽ 200 മാർക്കായിരുന്നു ഇംഗ്ലീഷിനുള്ളത്. അപ്പോൾ 200 ഔട്ട് ഓഫ് 200, അതിൻ്റെ മുകളിൽ നോർമലൈസേഷൻ വരുമ്പോൾ 200ന് മുകളിൽ വരെ ഇംഗ്ലീഷിന് കിട്ടിയ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മുന്നേ അതല്ലായിരുന്നു സ്ഥിതി. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 200-ൽ 170 ഒക്കെ ആയിരുന്നു. 2010 തൊട്ട് 2017 വരെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 160-170 റേഞ്ചിലായിരിക്കും ഏറ്റവും മാക്സിമം റേഞ്ച്. ഇംഗ്ലീഷ് അത്രയും ടഫായിരുന്നു. 2017 അല്ലെങ്കിൽ 18 ആ ഒരു റേഞ്ചിലുള്ള 16-17 Tier 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പം നിങ്ങൾ 45+ വാങ്ങുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 30 to 35 മാക്സിമം കിട്ടും. അതായത് ഇംഗ്ലീഷിനൊരു ബോൺ സ്കില്ലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് നോവലും അത് ഇംഗ്ലീഷ് കഥകളും ഒക്കെ മുമ്പ് നന്നായിട്ട് വായിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിന് നല്ല എബിലിറ്റി ഉള്ള ഒരാൾക്ക് അതേ 45 സ്കോർ തന്നെ ചെയ്യാൻ പറ്റും. ഇനി അല്ല, നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്ലാക്ക് ബുക്കും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ TCSൻ്റെ ഗ്രാമർ ടോപ്പിക് വൈസായിട്ട് ചെയ്ത് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മാർക്ക് ഒരു 35 റേഞ്ചിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇംഗ്ലീഷിന് അങ്ങനെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടഫായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ പേടിക്കേണ്ട. ഇംഗ്ലീഷിന് ടഫ് കുറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ഹിന്ദി മീഡിയം യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിന് മാർക്ക് കുറയും. അവർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കട്ട് ഓഫ് എന്താവും, നന്നായിട്ട് താഴാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ചേഞ്ച് നന്നായിട്ടുണ്ടെങ്കിൽ അത് Tier 2നെയാണ് അത്യാവശ്യം നന്നായിട്ട് ബാധിക്കുക. Tier 1ൻ്റെ കട്ട് ഓഫ് എന്തായാലും കുറയും. ഇംഗ്ലീഷ് ടഫ് ആവുന്നത് അത്യാവശ്യം ഒരു മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ്. പക്ഷേ എന്നാലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് TCSൻ്റെ ബ്ലാക്ക് ബുക്കും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ TCS ആയിട്ട് 2017ൻ്റെ പിറകോട്ടുള്ള 2017, 16, 2010, 1997 തൊട്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് ഇംഗ്ലീഷിൻ്റെ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഗ്രാമർ ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രത്യേകിച്ച് കോമൺ എറേഴ്സും അങ്ങനത്തെ ഏരിയയിലുള്ള സാധനങ്ങളും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒക്കെ ക്ലോസ് ടെസ്റ്റ് പോലുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീ TCS ആയിട്ടുള്ള അതിന് അവൈലബിൾ ആയിട്ടുള്ളൊരു ബുക്കുണ്ട്. കിരണിൻ്റെ 1997 ഓൺവേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൊരു ബുക്കുണ്ട്. അതിൽ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ ക്ലോസ് ടെസ്റ്റും കോമണേഴ്സും സ്പോട്ട് ദ എറേഴ്സും ഒക്കെ എസ്പെഷ്യലി ആ രണ്ട് ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് ആയിട്ട് 1997 തൊട്ട് ഇങ്ങോട്ട് ചെയ്തു പോരുക. അന്നൊക്കെ അത്യാവശ്യം നല്ല ടഫുള്ള സാധനമാണ്. എന്തായാലും നിങ്ങൾ 2016, 17 ഈ TCS വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ 2 വർഷത്തത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അവിടെയുള്ള എല്ലാ ഷിഫ്റ്റുകളെയും ഇംഗ്ലീഷ് നിങ്ങൾ എന്താക്കണം, ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ഗ്രാമർ പോർഷൻ. കാരണം വൊക്കാബിൻ്റെ പോർഷനിൽ നമുക്ക് ഒരിക്കലും GK പോലെയാണ്
ഏത് ഏരിയയിൽ നിന്ന് വേണേൽ വൊക്കാബ് വരാം. നിങ്ങൾ വൊക്കാബ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കുന്നത് ബ്ലാക്ക് ബുക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം TCS റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 100% അടിക്കുന്നത്. നേരെ മറിച്ച് ഏത് ഏരിയയിൽ നിന്ന് വേണേൽ ബ്ലാക്ക് ബുക്ക് വൊക്കാബ് വരാം. അപ്പോൾ വൊക്കാബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് 1 മന്ത് പീരീഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വൊക്കാബിൻ്റെ ഒരു സ്ട്രെങ്ത്തും വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് വൊക്കാബ് ഏരിയ ഒഴിവാക്കി ഗ്രാമറിന് വരുന്ന ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു 1 മന്ത് കൊണ്ട് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക. വൊക്കാബ് എന്തായാലും നമുക്ക് അറിയുന്ന ഡെഫിനറ്റ്ലി ഒരു 80-75% നമുക്ക് അറിയുന്ന തന്നെ വരും. കാരണം നമ്മൾ ബ്ലാക്ക് ബുക്കിലുള്ളത് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം ഈവൻ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്കോർ എന്തായാലും വൊക്കാബിന് കിട്ടും. ഈവൻ ദോ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കുറയും നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് താഴും. അപ്പോൾ പാനിക് ആവേണ്ട ആവശ്യം നിങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷിനും മാത്സിനും ഈ പറഞ്ഞൊരു സ്ട്രാറ്റജി നിങ്ങൾ ലാസ്റ്റ് 1 മന്ത് ഒന്ന് ഫോളോ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ വളരെ ആൾക്കാർ ഭയങ്കര പാനിക്കാണ്. പാറ്റേൺ ചേഞ്ച് വന്നാൽ എന്ത് പാറ്റേൺ ചേഞ്ച് വന്നാൽ കട്ട് ഓഫ് കുറയും. ഡെഫിനറ്റ്ലി കട്ട് ഓഫ് കുറയും. ക്വസ്റ്റ്യൻ ടഫായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും. സോ QAയും ഇംഗ്ലീഷും എസ്പെഷ്യലി ഇംഗ്ലീഷ് ടഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദി മീഡിയം യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ടഫാവും. അപ്പം ഓവറോൾ കട്ട് ഓഫ് നന്നായിട്ട് കുറയും. സോ ഇംഗ്ലീഷ് ടഫാവുന്നത് നമുക്ക് എളുപ്പമാണ്. QA ടഫാവുന്നത് സംബന്ധിച്ചിടത്തോളം അതും കോമൺലി എല്ലാവരെയും ഈക്വലി എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് QA ടഫാവുന്നത്. അപ്പോഴും കട്ട് ഓഫ് കുറയും. അപ്പം നമ്മൾ QAയും ഇംഗ്ലീഷും ടഫായി കഴിഞ്ഞാൽ 150 മുകളിൽ തന്നെ കട്ട് ഓഫ് വരും എന്നൊരു ചിന്ത നമുക്ക് എന്തായാലും വേണ്ട. അപ്പം ഈ രീതി നിങ്ങളിപ്പം പ്രിപ്പറേഷൻ തുടങ്ങുന്ന രീതിയിൽ എന്താണോ അത് സ്ട്രിക്ട്ലി ആ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ടൈം ഈ ഒരു ആംഗിളിലൂടെ, ഞാൻ ഈ പറഞ്ഞ ആംഗിളിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ കട്ട് ഓഫിനെ പറ്റി ഒന്ന് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട. ടഫ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ടഫ് ആവും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം 155 സ്കോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 2017-ലോ 18-ലോ മോക്ക് നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 135 കിട്ടുന്നുള്ളെങ്കിലും നിങ്ങൾ ടെൻഷൻ ആക്കേണ്ട. അന്നത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 120-ൻ്റെയോ 125-ൻ്റെയോ റേഞ്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് കിടക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ പാനിക് ആവാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഏറ്റവും മാക്സിമം ഫ്രൂട്ട്ഫുൾ ആയിട്ട് പ്രോപ്പർ സ്ട്രാറ്റജിയോട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മന്ത് നിങ്ങൾക്ക് നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ CGL Tier 1 എന്തായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസിലി ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.